എന്തുട്ട് തേങ്ങടോ കാണിക്കണത്? തൃപ്പൂണിത്തറ കിഴക്കേക്കോട്ട ബസ്സിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ നിന്ന് ഡ്രൈവറെ പിടിച്ചിറക്കി മർദ്ദനം, 2 പേർ അറസ്റ്റിൽ. ഇപ്പോഴത്തെ പിള്ളേരെ കാര്യമേ. പിന്നെന്താണ് ഓടി വന്നത്? തങ്കഞ്ചേട്ടാ, തങ്കഞ്ചേട്ടനെ ഞാൻ എവിടെയൊക്കെ നോക്കി. എന്താടാ മൊബൈൽ ഫോണിൽ മുഴുവനും പതല്ലേ. എന്ത് തങ്കച്ചേട്ടാ, തങ്കച്ചേട്ടൻ്റെ ഇളയ മോനില്ലേ, അവൻ്റെ ആ മാർക്കറ്റിൽ വെച്ചൊരു കാറിൻ്റെ ചില്ലൊക്കെ ഇടിച്ചു പൊളിച്ചിട്ട് ഇപ്പം അവരൊക്കെ ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട്. മൊത്തം പ്രശ്നമോ കേട്ടാ. പിന്നെ ആൾക്കാരെ മുഖത്തൊക്കെ പറഞ്ഞില്ല എനിക്ക്. നിന്റെ വീഡിയോകളിൽ എല്ലാവരും കാണുന്നത് നീ ഇവിടുത്തെ റവിഡിയാ. കാലത്ത് നീ മീൻ എടുക്കാൻ പോയതല്ലേ, പിന്നെന്തിനാണ് ഈ പണിക്കുന്നത്? അവൻ തിന്നട്ടെ, ഇല്ലിഞ്ഞടെ കയറിയിട്ട് അല്ല എന്താണ്? നിങ്ങളൊന്നേ ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക്. ചുമ്മാ എന്റെ അമ്മയെ കിട്ടിയറാനായിട്ട്. എടാ, നാട്ടുകാരെ നെഞ്ചത്തേറെന്നൊക്കെ ഞാൻ മൊബൈലിൽ കണ്ടുടാ. ഞാൻ അപ്പന്റെ നെഞ്ചത്തേറ് നീ. നിങ്ങക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞത് കേൾക്കാൻ നേരമില്ല. നാട്ടുകാർ പറയണതും കാണിക്കണം കാണാനല്ല നേരമുള്ളത്. നീ ആരാണ് ഈ ഭീഷണിപ്പെടുത്തി പോണത്? പുകഞ്ഞ കൊള്ളി പുറത്ത്. ലക്സോയ് തങ്ങച്ചോ, ജിൻസും കടന്ന് വിളിക്കണ്ടല്ലോടാ. അല്ല, പോലീസ് മഞ്ഞുണ്ടാടാ. ലക്സനെന്തി രാവിലത്തെ പുകയിൽ പറയാനാണെങ്കിലേ രാവിലെ അതൊക്കെ ഞാൻ മൊബൈലിൽ കണ്ടതാ. കാണുക മാത്രല്ല, മോന്തക്കിട്ടേ ഒന്ന് കൊടുക്കുകയും ചെയ്ത് തെമ്മാടിക്ക്. അല്ല, അവ ആരെയിൽ നിന്ന് കൊന്നുകൊണ്ട് വന്നാലും ഞങ്ങൾ എടുത്ത് മടിയിൽ വെക്കാം. രാവിലെ ആ വീഡിയോ ഞാനും കണ്ടതാണ്. അതറിഞ്ഞിട്ടാണ് ഞാൻ മാർക്കറ്റിലേക്ക് ചെന്നത്. ദേ ഇതൊന്ന് കണ്ടു നോക്കി. 140 ചാള 1.5 കിലോ 100 മത്തി ചോപ്പ് 100. എന്തുട്ട് തേങ്ങടോ കാണിക്കണത്? ഒരു കിലോ ആവല് 280 വലുത്, വാള 160, പാര 280. എന്നാ 1 300. കേട്ടറിഞ്ഞ വാർത്തയൊന്നും സത്യമല്ല പൊന്നേ, കണ്ടറിഞ്ഞ സംഭവങ്ങൾ സത്യമല്ല കണ്ണേ. 1000 കണ്ണുകളാ ആ മുഖം കാണുവാൻ, പുകഞ്ഞ കൊള്ളി പുറത്ത്. കൈകളാ മെയ്യോടു ചേർക്കുവാൻ, നിന്നെ ഞാൻ കാത്തു നിൽപ്പൂ. ഒരു കാര്യത്തിന് ഒരാളെ മെക്കിട്ട് കയറിനേക്കാൾ മുമ്പേ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാകുന്ന അന്വേഷിക്കണം. ഒന്നുമില്ലെങ്കിൽ സ്വന്തം മോനായിരുന്നില്ലേ? അത് പറയണതൊന്നും കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കാനില്ല എനിക്ക്. എന്നിട്ടും അല്ലായിരുന്നില്ലേ. ഇനിയെങ്കിലേ ഓരോരുത്തന്മാര് റീച്ചിന് വേണ്ടിയിട്ട് ഈ വക്കുമൂലില്ലാത്ത ഓരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടണേ മനുഷ്യന്മാരെ വിധിക്കാതിരിക്കാൻ നോക്ക്. എല്ലാവരോടും കൂടിയാണ്.